Good morning. നമുക്ക് നെക്സ്റ്റ് പറയാനുള്ള പ്രോബ്ലമാണ് എമേഴ്സൺസ് എഫിഷ്യൻസി പ്ലാൻ. എമേഴ്സൺസ് എഫിഷ്യൻസി പ്ലാൻ. This plan was originated by Harrington Emerson in USA. Under this plan, a standard out per unit of time, standard time of or job is fixed. ഇതിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ജോബ് ഫിക്സ് ചെയ്യുന്നു. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി കാണുന്നത്. എഫിഷ്യൻസി കണ്ടിട്ട് ഇഫ് ദ വർക്കേഴ്സ് എഫിഷ്യൻസി ഈസ് ബിലോ 66.2/3%, അങ്ങനെയാണ്, അതായത് വർക്കറുടെ എഫിഷ്യൻസി 66.2/3% കുറവാണെങ്കിൽ നോ ബോണസ്, ഓൺലി വേജ് മാത്രം കിട്ടും. അപ്പോൾ വേജ് അവിടെ എന്താണ്, ഗ്യാരണ്ടിയാണ്. ഇനി എഫിഷ്യൻസി 66.2/3% എബോവ് ആണെങ്കിൽ ഹി ഗെറ്റ് bonus. As efficiency increases, rate of bonus also increases. So at 100% efficiency, the bonus is 20%. If the efficiency exceed 100%, the worker is entitled to an additional bonus of 1% for each 1% efficiency in excess of 100% efficiency. ഇപ്പോൾ 100% എഫിഷ്യൻസി എങ്കിൽ 20% ബോണസ് കിട്ടും. ഇനി ഓരോ 100%-നേക്കാളും കൂടുതലാണ് എഫിഷ്യൻസി എങ്കിൽ, ഇപ്പോൾ 101 ആണെങ്കിൽ 21, 102 ആണെങ്കിൽ 22, ഓരോ പെർസെൻറ്റേജിനും ഓരോ 1% എഫിഷ്യൻസിക്കും 1% ബോണസ് വെച്ച് കിട്ടുന്നു. ഇത് എഫിഷ്യൻസി വർക്കർ ഈസ് 110% ആണെങ്കിൽ ഹി വിൽ ബി എൻടൈറ്റിൽഡ് ടു 30% ബോണസ്. 20% ആണെങ്കിൽ 100% എഫിഷ്യൻസിക്ക് 20% ബോണസ്. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് എഫിഷ്യൻസി കാണുന്നത് വെച്ചാൽ ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു 100, അങ്ങനെ നമ്മൾ എഫിഷ്യൻസി കാണും. ഈ സ്റ്റാൻഡേർഡ് ടൈം പെർസെൻറ്റേജ് ഓഫ് എഫിഷ്യൻസി ടൈമിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടൈം ഇൻറ്റു 100 അങ്ങനെ വരാം. അപ്പോൾ എമേഴ്സൺസ് പ്ലാനിന് വേറെ പറയുന്ന പേരാണ് എമേഴ്സൺസ് എംപിരിക്കൽ പ്ലാൻ എന്ന്. ഇതിൽ ചെറിയൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് ഏർണിങ്സ് അണ്ടർ എമേഴ്സൺസ് എഫിഷ്യൻസി പ്ലാൻ. സ്റ്റാൻഡേർഡ് ടൈം 60 hours ഉണ്ട്, ആക്ച്വൽ ടൈം 50 ഉണ്ട്, അവേർലി റേറ്റ് 2 ഉണ്ട്. അപ്പോൾ എഫിഷ്യൻസി കാണണം. എഫിഷ്യൻസി കാണാനുള്ള ഫോർമുല എന്താ നമ്മൾ പറഞ്ഞു, ആക്ച്വൽ അവേഴ്സ് സ്റ്റാൻഡേർഡ് ടൈം ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടൈം 60/50 ഇൻറ്റു 100, 120% എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ബോണസ് കിട്ടുന്നുണ്ട്. ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഓരോ അഡീഷണൽ 1%-ന് അഡീഷണൽ ബോണസ് 20 ആണ്, ടോട്ടൽ ബോണസ് 40 ആണ്. അപ്പോൾ 100 വരെ ഉള്ളത് 20, അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് 20, അങ്ങനെ 40% ബോണസ് കിട്ടുന്നുണ്ട്. അതാണ് ഇതിൽ പ്രോബ്ലം എന്നാണ് ചോദിക്കാറില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ബിഡോക്സ് പ്ലാൻ, അല്ലെങ്കിൽ ബിഡോക്സ് പോയിന്റ് സ്കീം എന്ന് പറയും. Mr. Charles E. Biddox is the originator of this plan. He applied the system for the first time in 1911. Under this scheme, the standard time for a job is determined on the basis of time and motion study and is expressed in Biddox point. Biddox point എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിലെ എക്സ്പ്രഷൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. 1B represents the amount of work an average worker can do. ഒരു ഓർഡിനറി കണ്ടീഷനിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കിനാണ് ബി എന്ന് പറയുന്നത്. If the standard time of job is 10 hours, he will be expressed as 600 Bs under Biddox plan. അപ്പോൾ അതിനനുസരിച്ച് ബികളുടെ എണ്ണം കൂടുന്നുണ്ട്. എ വർക്കർ വിൽ ബി പെയ്ഡ് ഓൺലി ടൈം വേജസ് ഇഫ് ഹി കംപ്ലീറ്റ്സ് ദ ജോബ് വിത്തിൻ ദ സ്റ്റാൻഡേർഡ് ടൈം അപ് ടു 100% എഫിഷ്യൻസി ഓൺ ദ ടൈം വേജ് ആൻഡ് നോ ബോണസ്. ഇഫ് ദ എഫിഷ്യൻസി എക്സീഡ്സ് ദ സ്റ്റാൻഡേർഡ് ഓർ 100%, യു വിൽ ബി എ ബോണസ് ഓഫ് 75% ഓഫ് ടൈം സേവ്ഡ്. ഇപ്പോൾ 100% വരെ ബോണസ് ഒന്നുമില്ല, ടൈം വേജ് തന്നെയാണ്. 100% കൂടുതലാണെങ്കിൽ ടൈം സേവ് ചെയ്തതിൻ്റെ 75% ബോണസായിട്ട് കിട്ടുന്നു. റിമൈനിങ് 25% സൂപ്പർവൈസർക്കും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ 75:25 എന്നുള്ളൊരു മെത്തേഡിലാണ് ഇതിൽ വരുന്നത്. ഇതിൽ പ്രോബ്ലം നമുക്ക് ചെയ്യാനില്ല. നെക്സ്റ്റ് വരുന്നതാണ്, ചിലപ്പോൾ 1 വേർഡ് ചോദിക്കുക, 75:25 ഉള്ള ഇത് പ്ലാനാണ് ബിഡോക്സ് പോയിന്റ് സ്കീമാണത്. പിന്നെ വരുന്നതാണ് ഹൈനസ് പ്ലാൻ. This plan is similar to Biddox plan. Here the standard time of job is determined on the basis of time and motion study. Standard time is expressed in standard അതായത് മിനിറ്റ്സ് കാൾഡ് മെയിൻസ് എന്ന് പറയും. ദ വർക്കർ ഗെറ്റ്സ് ടൈം വേജസ് ഫോർ ദ ഹവേഴ്സ്. ആക്ച്വലി വർക്ക് ചെയ്യുന്നതിന് ടൈം വേജ് കിട്ടുന്നുണ്ട്. ഇൻ കേസ് ഓഫ് കംപ്ലീറ്റ് ജോബ് ഈസ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ടൈം, ഹി ബോണസ് ഫോർ ടൈം സേവ്ഡ്. ഇഫ് ദ വർക്ക് ഈസ് റിപ്പീറ്റേറ്റീവ് നേച്ചർ, ദ വാല്യൂ ഓഫ് ടൈം സേവ്ഡ് is shared between the worker and the foreman in the ratio 5:1. ഇവിടെ ഏകദേശം 5:1 എന്ന റേഷ്യോയിൽ ബാക്കിയുള്ളത് ഫോർമാനും കിട്ടുന്നുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. ദ നെക്സ്റ്റ് ആക്സിലറേറ്റഡ് പ്രീമിയം പ്ലാൻ. ഈ ഒരു സിസ്റ്റം പ്രകാരം ഔട്ട്പുട്ട് ടൈം ഫിക്സഡ് ആണ്. ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് ടൈം ടേക്കൺ ഈസ് കമ്പയർഡ് വിത്ത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ടൈം ആൻഡ് ലെവൽ ഓഫ് എഫിഷ്യൻസി ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് ലെവൽ വരുന്നുണ്ട്. അതിന് പറയുന്ന വേറെ പേരാണ് സ്ലൈഡിംഗ് സ്കെയിൽ ബോണസ് സ്കീം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രോബ്ലം കൂടി കൊടുത്തിട്ടുണ്ട്.
ഒരു example 9. What will be the earnings of a worker at rupees 60 per hour when he takes 100 hours to do a volume of work for which standard time is 160 hours? The plan of payment of bonus is on sliding scale. Sliding scale ആകുമ്പോൾ within the first 10% saving in standard time bonus 40, second phase 10% ആണെങ്കിൽ 50, third phase 10% saving ആണെങ്കിൽ 60, within the fourth phase ആണെങ്കിൽ saving standard time bonus 70, for the rest bonus is 75 of time saved. ഇങ്ങനെയാണ് അതിൽ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് ടൈം 160 അവേഴ്സ് ഉണ്ട്, ആക്ച്വൽ ടൈം 100 ഉണ്ട്, ടൈം സേവ്ഡ് 60 ഉണ്ട്. അപ്പോൾ വേജ് എന്ന് പറഞ്ഞാൽ 100 × 0.60 60 രൂപ വരും. ബോണസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പെർസെൻറ്റേജ് ടൈം സേവ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് ടൈം. സ്റ്റാൻഡേർഡ് ടൈമിൽ പെർസെൻറ്റേജ് സേവ് ചെയ്തത് എത്രയാണോ ടൈം സേവ്ഡ് 60/160 × 100 37.5. ബോണസ് ഫസ്റ്റ് 10% സേവിങ്, ആദ്യത്തെ 10% 16 അവേഴ്സ്, ദാറ്റ് ഈസ് 16 × 0.60 × 40/100 3.84. സെക്കൻഡ് 10% ടൈം സേവ്ഡ് 16 × 0.60 × 50/100 ഈക്വൽ ടു 4.80. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്നും ചെയ്യാം. ലാസ്റ്റ് 7.5% ടൈം സേവ്ഡ് ആണെങ്കിൽ അത് 5.04 ഉണ്ട്. ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ബോണസ് ഫോർ 60 അവേഴ്സ്, ലാസ്റ്റ് അവർ സേവ്ഡ് 12 അവേഴ്സ് ഈസ് ഒപ്റ്റൻ 60 പ്ലസ് 19.44, ദാറ്റ് ഈസ് 79.44. അപ്പോൾ ടോട്ടൽ ഏണിങ്സ് 79.44 വരും. ഓക്കെ, ഇത്രയാണ് പ്രോബ്ലം കൂടി ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. ഇത്രയാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ബോണസ് പ്ലാനുകൾ വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഇത്രയും നോട്ട് എഴുതിയിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.